ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജന സർവീസായിട്ട് കയറിയതാണ്. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിപ്പോൾ കിടക്കുന്നത് ലൈൻഡർ കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററും ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കയറി അടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലഗിനകത്തായാലും നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ ഡെപ്പോസിറ്റ് ഹെഡിനകത്ത് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗിൻ്റെ ഈ പോയിന്റിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം കരി കാണുന്നുണ്ട് കേട്ടോ. തന്നെയല്ല ഇപ്പോൾ നമുക്ക് 44,000 കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട്. ശരിക്കും 30,000 കിലോമീറ്ററിലാണ് നമുക്ക് ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടത്. അതായത് ഹെഡിൽ അടിഞ്ഞു കൂടുന്ന കരി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വാൽവ് സീറ്റ് ചെയ്ത് കയറ്റേണ്ടത് 30,000 കിലോമീറ്ററിലാണ്. ഇപ്പോൾ ശരിക്കും ഒരു 12,000 കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. കാർബറേറ്ററൊക്കെ ഒന്ന് ട്യൂൺ ചെയ്ത് ക്ലിയർ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നോക്കുമ്പോഴേക്കും ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊന്നും വേറെ പ്രോബ്ലം ഇല്ല. ബെൽറ്റൊക്കെ നല്ല ബെൽറ്റാണ്. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ അതിൽ അഴിച്ച് ഗ്രീസിങ് നടത്തണുണ്ട്. അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. എയർ അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയാലും നിലവിൽ പറയത്തക്ക തേയ്മാനം ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പോൾ 40,000 കിലോമീറ്റർ ഓടിയ റോളർ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഒരു തേയ്മാനമൊക്കെ തന്നെ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. പെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ നട്ടൊക്കെ നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു എപ്പോഴും അത് അഴിച്ച് വെട്ടിരുമ്പൊക്കെ വെച്ച് വെട്ടിയിട്ടൊക്കെയാണ് അയച്ചിരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ടോർക്ക് എത്രയെല്ലാം ടൈറ്റ് ആവണമെന്നൊന്നും അറിയാൻ പറ്റില്ല. കറക്റ്റ് ടോർക്കിൽ ടൈറ്റ് ചെയ്യേണ്ട ഒരു പാർട്ടാണത്. അപ്പോൾ നമുക്കത് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് ആ നട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അതിൻ്റെ കവർ ഗ്യാസ്കറ്റും ഈ നട്ടിൻ്റെ അടിയിൽ വന്ന 2 റബ്ബറുകളുണ്ട്. അതും മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിൽ ലീക്കിൻ്റെ കേസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും നോക്കിയപ്പോൾ നിലവിൽ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വന്ന കോളർ ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലെ കുഷൻ അസംബ്ലിയുടെ റബ്ബറും അത്യാവശ്യം ഓവലായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കേട്ടോ. പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഹാൻഡിലും നമുക്ക് പരിധി കൂടുതൽ ബലം അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഹാൻഡിലിൻ്റെ സെൻറ്ററിലൊരു ബെയറിങ് വന്നിട്ടുണ്ട്. ആ ബെയറിങ് ചെറുതായിട്ട് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യണ്ടോയെന്ന് അറിയില്ല. ഓൾറെഡി ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ചെറിയൊരു അടി ഉള്ളതുകൊണ്ട് നമുക്ക് ലൂസാക്കി ഇടാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നോലെ നമുക്ക് തലസ്ഥിതി തുടരാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ബെയറിങ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററി 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ഇതിന് വന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.89 വരെ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഇല്ല. 2023 ബാറ്ററിയാണ്, വാറണ്ടിയിലുള്ളതാണെങ്കിൽ കൂടി ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൂട്ടത്തേക്കിട്ട് അതും കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോം ടൈപ്പാണ്, സ്പോഞ്ച് മോഡലാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. കാരണം അതൊരു പരിധി കഴിഞ്ഞാൽ മാറ്റിയിടേണ്ടതാണ് നമുക്ക് കേട്ടോ. അപ്പോൾ അത് കൂടുതൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധാരണ 800 മില്ലി ഓയിൽ വേണം. ഇതിനകത്ത് ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് കേട്ടോ. അത്യാവശ്യം കളർ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പം നിലവിൽ നമുക്കിപ്പോൾ സർവീസും ഓയിൽ ചേഞ്ചൊക്കെ ആയിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കയറ്റിയിട്ട് ഓയിൽ ലെവലൊന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എഞ്ചിനിൽ കംപ്ലൈൻറ്റ് കൂടും. അതായത് തേയ്മാനം കൂടും, പെട്ടെന്ന് എഞ്ചിൻ കംപ്ലൈൻറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഓയിൽ ലെവൽ കുറയുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ള വിലയിരുത്താനാണ് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നമ്മളത് ചെയ്യാൻ പറയേണ്ട കേസ് കേട്ടോ. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അത് മറന്നു പോകരുത്. അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് നമുക്ക് ഒരുപാട് പൈസ ചിലവ് വന്ന കേസാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത്രയും ഗൗരവത്തിൽ വേണം നമ്മളത് എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളും കൂടി ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ്. അതിനകത്ത് നമുക്കത് ഈ ഒരു കേബിൾ ഔട്ടർ പൊട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടൈറ്റ് നമുക്ക് വണ്ടി തള്ളാൻ സമയത്ത് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഈ കേബിൾ ഇതേപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഇതിപ്പോൾ എന്തെങ്കിലും ഓൾറെഡി പൊട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഔട്ടർ വലിയുമ്പോൾ ബ്രേക്ക് ഇടയ്ക്ക് ജാമായിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് കയറ്റി നമ്മൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനായിക്കൊണ്ട് കൈയോടെ നമുക്ക് അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും നമുക്കത് ചേഞ്ച് ചെയ്തിടാം. ഇതിനകത്ത് നമുക്ക് അഡീഷണൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് കേബിൾ മാത്രമാണ് നമുക്ക് മാറ്റുന്നതിന് അതിൻ്റെ എമൗണ്ടിൽ വേരിയേഷൻ വരുള്ളൂ. ബാക്കിയത്തെ എല്ലാ വർക്കുകളും തന്നെ
ജനറൽ സർവീസിലുള്ളതാണ്. അതായത് നമ്മൾ ക്ലച്ച് ഗ്രീസിങ്, ബാക്ക് ബ്രേക്കിൻ്റെ കേസ്, ബ്രേക്ക് ക്യാം, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ബീഡിങ്, ഇതൊക്കെ മാറുന്നതെല്ലാം ജനറൽ സർവീസിലുള്ള വർക്കാണ്. അതിനകത്ത് അഡീഷണൽ വരാമെന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ മാത്രമാണ് നമുക്ക് അഡീഷണലായിട്ട് വരുന്നുള്ളൂ. ബാക്കിയത്തെ പുറമേന്ന് വേറൊരു വർക്കെന്ന് പറയാനായിട്ട്. ബാക്കിയത്തെ എല്ലാം തന്നെ ജനറൽ സർവീസ് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി നോക്കിയിട്ട് അത് റെഡിയാക്കി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.